ശ്രീ കെ രാമചന്ദ്രൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, LDF സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ധനാഭ്യർത്ഥനകളെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ജലസേചന വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വളരെ അഭിനന്ദനാർഹമായ നിരവധി പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് ജലസേചന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടെ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ, അതുപോലെ തന്നെ ടൂറിസം പദ്ധതികൾ, ഇറിഗേഷൻ ടൂറിസം പദ്ധതികൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ ജല ഗുണനിലവാര ലാബുകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികൾ, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ നിരവധിയായ പ്രവർത്തന പദ്ധതികളാണ് ജലസേചന വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മുടെ കിക്ക്, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ, ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിൻ്റെ നേതൃത്വത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2200 പരം കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഗുലേറ്ററുകൾ, അതുപോലെ തന്നെ മറ്റേ കാനകൾ, അതുപോലെയുള്ള വലിയ പദ്ധതികൾ, തീരദേശ സംരക്ഷണം ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ കുപ്പിവെള്ളം, ഹിൽ അക്കോ എന്ന നിലയിലുള്ള ഒരു വലിയ സംരംഭം നമ്മുടെ ഈ ജലവിഭവ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് അത് വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ തോതിൽ അത് കയറ്റുമതി ചെയ്യുകയാണ്. അത് പൂർണ്ണമായും നമ്മളുടെ മറ്റ് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള മണ്ണിൽ ലയിച്ചു പോകാൻ കഴിയുന്ന നിലയിലുള്ള കുപ്പികളാക്കി അത് വളരെ പ്രശംസനീയമായ നിലയിലാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. അങ്ങനെയുള്ള നിരവധിയായ ഇടപെടലുകളുണ്ട്. ഇവിടെ പുതുക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകമായ പ്രവൃത്തികൾക്കുള്ള ഇടപെടലും അംഗീകാരവും അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ഈ കാലയളവിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൈനർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. 10-18 വർഷമായി മുടങ്ങിക്കിടന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അത് കമ്മീഷൻ ചെയ്തു. രണ്ടാം ഘട്ടം അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 50 ലക്ഷം രൂപ വകുപ്പ് അനുവദിക്കുകയുണ്ടായി. ആ നിലയിൽ അതുപോലെ തന്നെ വല്ലച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ അതിൻ്റെ കരാറുകാരൻ മരണപ്പെട്ടു പോയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധികൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അതിന് പുതുക്കിയ എസ്റ്റിമേറ്റിന് അനുമതി നൽകി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ മൈനർ ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു പദ്ധതി ഇവിടെ ഞാൻ പ്രത്യേകമായി ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങാലിലുള്ള ഒരു മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. അത് 10-35 വർഷം മുമ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ്. പഴയ കാലത്തെ ഇന്നത്തെ അയണിൻ്റെ പൈപ്പുകളൊന്നുമല്ല. ആ പൈപ്പുകളൊക്കെ നിരവധി പറമ്പുകളിൽ പൊട്ടി അത് റിപ്പയർ ചെയ്യാൻ പറ്റാണ്ടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അതിലൊരു എസ്റ്റിമേറ്റ് ഇവിടെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അത് നമുക്ക് വളരെ വേഗതയിൽ നമുക്കത് നടപ്പിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് പൈപ്പും മോട്ടറൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മേജർ ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഇതുപോലെ തന്നെ വർഷങ്ങളേറെ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഘട്ടത്തിൽ അപ്രോച്ച് റോഡ് പണിത് തകർന്നു. ആ ഒരു പ്രശ്നം നമ്മൾ നിരവധി ഘട്ടങ്ങളിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിലൊക്കെ ചർച്ചകൾ നടത്തി അതിനൊരു എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ എൻ്റെ ഒരു പ്രസംഗത്തിന് മറുപടിയായിട്ട് ഇവിടെ പറഞ്ഞു, ആ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ പണം അത് നടപ്പിലാക്കേണ്ടതാണ്, നടപ്പിലാക്കാൻ ആവശ്യമായ പണം നീക്കിവെക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ജലവിഭവ വകുപ്പ് പ്രത്യേകമായി അതിലൊരു ഇടപെടൽ നടത്തി ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മളുടെ കാട് പിടിച്ച് കിടക്കുന്ന നമ്മുടെ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1.5 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസം പദ്ധതി എന്താണെങ്കിലും അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു കളിക്കളം നിർമ്മിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥലമാണ്. അത് ആ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അഡീഷണൽ ഇറിഗേഷൻ്റെ ഭാഗമായി നമുക്ക് ഈ കടവുകൾ കെട്ടേണ്ട കാര്യങ്ങളുണ്ട്, കുളങ്ങൾ കെട്ടി സംരക്ഷിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകമായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേരളത്തിൽ LDF സർക്കാർ 5.25 ലക്ഷം പേർക്കാണ് റേഷൻ കാർഡുകൾ കൊടുത്തത്. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന
കേരളത്തിലെ സർക്കാരിൻ്റെ ആ പ്രഖ്യാപനം വിജയകരമാക്കുന്നതിന് വേണ്ടി 7000-ലധികം വരുന്ന അതിദരിദ്രർക്ക് പ്രത്യേകമായി കാർഡുകൾ വിതരണം ചെയ്തു. ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളായിട്ടുള്ളവർക്ക് അവർക്ക് പ്രത്യേകമായി റൈറ്റ് റേഷൻ കാർഡ് എന്ന കാർഡ് നൽകി. ആ രീതിയിൽ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താണ് എല്ലാവർക്കും. ആ നിലയിലുള്ള മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. ഈ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സപ്ലൈകോയിൽ 1366 പേരുടെ നിയമനം നടത്തി എന്നുള്ളതും വളരെ പ്രശംസനീയമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഗവൺമെൻറ് കാലത്ത്. വലിയ സാമ്പത്തിക പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു പോകുന്ന പ്രത്യേക സാഹചര്യത്തിലും ഇതെല്ലാം നടത്തുന്നു എന്നുള്ളത് ഒരു മികച്ച വിജയകരമായ ഒരു പ്രവർത്തനമായി കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളുടെ പ്രത്യേകമായ പദ്ധതികൾ ഈ വകുപ്പിൻ്റെ ഒപ്പം പദ്ധതി, അത് നമുക്കറിയാം. റേഷനൊന്നും വരാൻ പറ്റാത്ത 1-2 പേര് മാത്രമുള്ള പ്രായമുള്ള ആളുകളുള്ള ആ വീടുകളിലേക്ക് റേഷൻ എത്തിക്കുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റുമൊക്കെ സഹായത്തോടു കൂടിയിട്ട് ആ പദ്ധതി നടപ്പാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറുകൾ 22,500 വരുന്ന സ്റ്റോറുകൾ, നിത്യോപയോഗ സാധനങ്ങൾ അത് ജനങ്ങൾക്ക് ലഭ്യമാകാനും വില പിടിച്ചു നിർത്താനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവിടെ മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അത് കുറച്ചും കൂടി നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ നിത്യോപയോഗ സാധനങ്ങൾ ആ രംഗത്ത് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് വളരെ മികച്ച നിലയിലാണ് ഇടപെടൽ നടത്തുന്നത്. ഇവിടെ ലിൻഡോ പോലെയുള്ള നമ്മുടെ MLA ഇവിടെ എല്ലാം പരാമർശിച്ചു കഴിഞ്ഞു. വിദേശത്തേക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതുപോലെ തന്നെ പട്ടികവർഗ ഗോത്രവിഭാഗങ്ങൾക്ക് 460 പേർക്കാണ് ഇവിടെ ബീറ്റ്സ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തിക സൃഷ്ടിച്ച് PSC വഴി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പേരെ നിയമിച്ചത്. 372 യുവാക്കളെയും 88 യുവതികളെയുമാണ് ആ പദ്ധതിയിലൂടെ അതിൻ്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത്. കാർഡ് കാക്കാൻ കാർഡറിയുന്ന കാർഡിൻ്റെ മക്കൾക്ക് പ്രത്യേകമായി അവസരം ഒരുക്കുന്ന LDF സർക്കാരിന് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ്, എല്ലാ വകുപ്പുകളും മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പും മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇവിടെ സഞ്ചരിക്കുന്ന മൊബൈൽ വെറ്റിനറി സംവിധാനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ഇടപെടലുകൾ. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി 29 ബ്ലോക്കുകളിൽ പ്രത്യേകമായി ഈ പദ്ധതി നടപ്പാക്കി വരുന്നു. അത് ആവശ്യമുള്ള ബ്ലോക്കുകൾ നമുക്കത് കൊടുക്കേണ്ടതുണ്ട്. കൊടകര ബ്ലോക്കിലും ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ടെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മൊബൈൽ സ്കാൻ, അതുപോലെ തന്നെ മൊബൈൽ സർജറി, അതുപോലെ തന്നെ അങ്ങനെയുള്ള സഞ്ചരിക്കുന്ന വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേറെ 3 ജില്ലകളിൽ മാത്രമാണ് നമ്മുടെ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ തൃശ്ശൂർ ജില്ലയിലും കൂടി ആരംഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അനിമൽ ബർത്ത് എന്ന നിലയിലുള്ള പ്രത്യേകമായ കൺട്രോൾ, ഈ വന്ധീകരണമൊക്കെ നടത്തി ഇങ്ങനെ അലച്ചു വിടുന്നതിന് പകരം അതിനൊക്കെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ABC അനിമൽ ബർത്ത് കൺട്രോൾ നിലയിലുള്ള ആ സംവിധാനം കൂടി നമ്മുടെ ജില്ലയിലും നമ്മുടെ പ്രദേശത്തൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വികസന പ്രവർത്തനങ്ങളുമായി ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന വിവിധ വകുപ്പുകൾക്ക് വേണ്ടി ഉള്ള ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണച്ചുകൊണ്ട്